السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, നിത്യജീവിതത്തിൽ എല്ലാ രാത്രികളിലും പാരായണം ചെയ്യൽ പുണ്യമുള്ള സൂറത്തു സജദ, അതിലെ 3 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. 4-ാമത്തെ ആയത്തിൽ അല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ 6 അയ്യാമിൻ സുമ്മസ്തവാ അലൽ അർശ് എന്നതുവരെയാണ് കഴിഞ്ഞ അവസരത്തിലൂടെ വിശദീകരിക്കപ്പെട്ടത്. അല്ലാഹു അവൻ ആരാണ്? ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും 6 ഘട്ടങ്ങളായി 6 നാളുകൊണ്ട് അവൻ സൃഷ്ടിക്കുകയും സുമ്മസ്തവാ അലൽ അർശ്, പിന്നീടവൻ അർശിൽ ആരോഹണം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി അർശുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഹ്ലുസുന്നയുടെ വിശ്വാസം എപ്രകാരമാണ് എന്നും അർശിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ വിവിധ ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ചുമൊക്കെ പിഴച്ചുപോയിട്ടുള്ള കക്ഷികളുടെ വാദമുഖങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ വിശദമായി തന്നെ ഗ്രഹിക്കുകയുണ്ടായി. തുടർന്നുള്ള ഏതാനും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ അവസരത്തിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവനാണ് എല്ലാവിധത്തിലുള്ള അധികാരങ്ങളും എന്നെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് മാലക്കും മിൻ ദൂനിഹി, മാലക്കും നിങ്ങൾക്കില്ല, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ദൂനിഹി അവന് പുറമേ, മിൻ ദൂനിഹി അവന് പുറമെ, അവനെ കൂടാതെ, അഥവാ അള്ളാഹു, അങ്ങനെയുള്ള അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്കില്ല തന്നെ, മിൻ വലിയിൻ ഒരു രക്ഷാധികാരിയും, വലിയ രക്ഷാധികാരി, കൈകാര്യകർത്താവ്, ബന്ധു, സ്നേഹിതൻ എന്നൊക്കെയുള്ള പല അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്നതാണ് വലിയ. അതിൻ്റെ ബഹുവചനമാണ് ഔലിയ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സൂചന പറഞ്ഞിരുന്നു. വലാ ഷഫീഇൻ, ഒരു ശുപാർശകനുമില്ല. ഷഫീഅ് എന്ന് പറഞ്ഞാൽ ശുപാർശകൻ. വലാ ഷഫീഇൻ, ഒരു ശുപാർശകനുമില്ല. അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ഉറ്റാലോചിക്കാത്തത് എന്താണ്? നിങ്ങൾ വളരെ ഗൗരവപൂർവം ചിന്തിക്കാത്തത് എന്താണ്? ഇതാണ് നമുക്ക് ഇന്ന് അല്പം വിശദീകരിക്കുവാനുള്ള ഭാഗം. ഇവിടെ എന്താണ് അള്ളാഹു ഇതിലൂടെ അവൻ്റെ സൃഷ്ടി മാഹാത്മ്യം എടുത്തു പറഞ്ഞിട്ട്, ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ റബ്ബ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അതിനുള്ള കാരണം ഖുർആൻ വ്യാഖ്യാതാക്കൾ കൃത്യമായി തന്നെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. കാരണം അല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി, അവിടെയൊക്കെ പറയുന്നത് എന്താണ്? അവൻ്റെ സൃഷ്ടിപ്പിലുള്ള വൈഭവമാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ നൽകുന്നു, യുഖ്ബിറു തആല, അല്ലാഹു നമുക്ക് അറിയിച്ചു തരികയാണ്, അന്നഹുൽ ഖാലിഖു ലിൽ അഷ്യാ, അവനാണ് സർവവസ്തുക്കളെയും പടച്ചവൻ. അങ്ങനെ 6 നാള് കൊണ്ടവൻ ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചു. പിന്നീടവൻ
അവൻ അവൻ്റെ മഹത്തായ സിംഹാസനത്തിലേറി, സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അപ്പം അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞത്. ആ ഭാഗത്ത് അത് പറഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയോ ഒരു ശുപാർശകനോ, അള്ളാഹുവിന് പുറമേ നിങ്ങൾക്കൊരു രക്ഷാധികാരിയോ ഒരു ശുപാർശകനുമില്ല എന്ന് പറഞ്ഞതിലൂടെ വിശ്വാസികൾ എന്താണ് ഗ്രഹിക്കേണ്ടത്? അവനാണ് എല്ലാ കാര്യവും നമുക്ക് സൃഷ്ടിച്ചു തരുന്നതും, അവനാണ് സർവം നിയന്ത്രിക്കുന്നതും, അവനാണ് സർവകാര്യത്തിനും കഴിവുള്ളവനും എന്നിരിക്കെ അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് ചിലരെ രക്ഷാധികാരികളാക്കി സ്വീകരിക്കുവാൻ നിങ്ങൾക്കെന്ത് ചിന്തക്കുറവാണുള്ളത്? വിഡ്ഢികളല്ലേ അത് ചെയ്യുള്ളൂ. അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് തന്നെ നിങ്ങൾ ചിലരെ രക്ഷാധികാരികളായി സ്വീകരിക്കുക. അങ്ങനെ ഒരു രക്ഷാധികാരി നിങ്ങൾക്കില്ല. വലാ ഷഫീഉൻ, നിങ്ങൾക്കൊരു ശുപാർശകനുമില്ല. ശുപാർശകനുമില്ല എന്ന് പറയുന്നിടത്ത് വളരെ പ്രത്യേകമായി നമ്മൾ ചില കാര്യങ്ങൾ ഇന്ന് അതാണ് കാര്യമായി വിശദീകരിക്കാനുള്ളത്. അഫലാ തതദക്കറൂൻ അല്ലാഹു തആല ചോദിക്കുകയാണ്. ആരോടായി ചോദിക്കുന്നത്? അയ്യുഹൽ ആബിദൂന ഗൈറഹു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മുശ്രിക്കുകളെ, അൽ മുതവക്കിലൂന അലാ മൻ അദാഹു, റബ്ബല്ലാത്ത മറ്റുള്ള ആളുകളിൽ എല്ലാം ഭരമേൽപ്പിക്കുന്നവരെ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അൻ യകൂന ലഹു നദീറുൻ, അവനൊരു തുല്യനുണ്ടാകുന്നതില്ലെന്ന്. ഔ ശരീക്കുഞ്ഞിന് തുല്യൻ വേണ്ട ഒരു പാർട്ട്ണർ ഉണ്ടാകുന്നതില്ലെന്ന്. ഔ നദീദുൻ, അല്ലെങ്കിൽ അവനെ പോലത്തെ മറ്റാരെങ്കിലുമോ. ഔ അസീറുൻ, അല്ലെങ്കിൽ ഒരു മന്ത്രിയോ. ഔ അദീലുൻ, അല്ലെങ്കിൽ അവന് കിടയത്തവനോ ഉണ്ടാവുക എന്നുള്ളതിൽ നിന്നെല്ലാം അല്ലാഹു മഹാപരിശുദ്ധനാണ്. ലാ ഇലാഹ ഇല്ലാഹുവ വലാ റബ്ബ സിവാ, അവനല്ലാതെ ഒരാരാധ്യനുമില്ല, അവനല്ലാതെ ഒരു യജമാനനുമില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി നൽകിയ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇപ്പം എന്താ പരലോക ശുപാർശ എന്ന് നമ്മൾ പൊതുവായെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സമയത്തിന് നമ്മൾ അതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ആയത്ത് കേൾക്കുമ്പോൾ ഒരു ശുപാർശകനുമില്ല എന്ന് പറയുമ്പോൾ പരലോകത്തുള്ള ശുപാർശയെ നമ്മൾ നിഷേധിക്കുകയാണ്. പരലോക കോടതിയിൽ ആരും ശുപാർശ ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയുണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അക്കാര്യം വിശദീകരിക്കേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് വഴിയെ വിശദീകരിക്കാം. ഇനി ആരെങ്കിലും ശുപാർശ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ റബ്ബിൻ്റെ ഓർഡർ വേണം. അപ്പോഴൊക്കെ അതിൻ്റെ കേന്ദ്രം ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇവിടെയാണ് ശുപാർശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇപ്പം ഈ ആയത്തിൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് യാതൊരു ശുപാർശകരുമില്ല, ഒരു രക്ഷാധികാരിയുമില്ല എന്നാണല്ലോ പറഞ്ഞത്. ഈ ആയത്ത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നാൻ പാടില്ല, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ടല്ലോ പലരുടെയും ശുപാർശയെ സംബന്ധിച്ച്. പിന്നെ നമ്മൾ ആയത്തുൽ കുർസിയിൽ തന്നെ എന്താ പറയുന്നത്? മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അപ്പം അതിൻ്റെ മറുവശം എന്താ? അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ആര് ശുപാർശ പറയാനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം റബ്ബിൻ്റെ അനുവാദത്തോടെ അവിടെ ശുപാർശ പറയുന്നവർ ഉണ്ട്. അപ്പം ഈ ആയത്തോതായിട്ട് വൈരുദ്ധ്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. ഖുർആനിലൊരിക്കലും വൈരുദ്ധ്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ പിന്നെ സൂറത്ത് നജ്മിൽ നമുക്ക് കാണാൻ സാധിക്കും, വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർളാ. മലക്കുകളുടെ ശുപാർശയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതേ കാര്യം സൂറത്തുൽ അംബിയായിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. മലക്കുകളെ കുറിച്ച് പറയുന്നിടത്ത് വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ വഹും മിൻ ഖശിയതിഹി മുശ്ഫിഖൂൻ. സൂറത്തുൽ അംബിയാ. അവിടെയും മലായിക്കത്തുകളുടെ ശുപാർശയെക്കുറിച്ച് പറയുന്നുണ്ട്. അതേ അവസരത്തിൽ പരിശുദ്ധ ഖുർആനിൽ വേറെ കുറേ ആയത്തുകളിൽ പറയുന്നുണ്ട്, ഒന്ന് ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, എല്ലാ ശുപാർശയുടെ അധികാരവും ആർക്കാണ്? അല്ലാഹുവിനാണ്. അതുപോലെ തന്നെ ഖുർആൻ മറ്റു സ്ഥലത്ത് പറയുന്നുണ്ട്, ലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ. അൽ ബഖറയിലൊക്കെ പറയുന്നുണ്ട് ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു ശുപാർശകരുടെ ശുപാർശയും അവർക്ക് പ്രയോജനപ്പെടുന്നതല്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? കുറെ സ്ഥലത്ത് ശുപാർശ ഇല്ല എന്ന് പറയാം, കുറെ സ്ഥലത്ത് ശുപാർശ പറ്റൂല എന്ന് പറയാം, കുറെ സ്ഥലത്ത് ശുപാർശ ചെയ്യുന്നവർ ശുപാർശ ചെയ്യുമെന്ന് പറയാം. അപ്പൊ ഇതെന്തൊക്കെ കൂടെ ഒരു വൈരുദ്ധ്യല്ലേ? നമ്മുടെ വിവരക്കേട് കൊണ്ട് ആർക്കെങ്കിലും തോന്നിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്
ഖുർആനിൽ ആ രണ്ട് സന്ദർഭങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, പരലോകത്ത് ശുപാർശയുണ്ടോ? തീർച്ചയായും ഉണ്ട്. അഹ്ലുസുന്ന അതാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ആ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ വീക്ഷണം എന്താണ്? യജിബു അൻ യുഅ്തഖദ, വിശ്വസിക്കപ്പെടൽ നിർബന്ധമാണ്. അന്ന ഗൈറൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സായിരി റുസുലി വൽ അംബിയാഇ വൽ മലായികതി വസ്സഹാബതി വൽ ഉലമാഇ വശുഹദാഇ വസ്സാലിഹീന വസ്സിദ്ദീഖീന വൽ ഔലിയാഇ വൽ അഫറാത്തി വഗൈരിഹിം യശ്ഫഊന ഇൻദല്ലാഹി ബിഇദ്നിഹി ലിമൻ റളിയ ഖൗലഹു വഅമലഹു കമാ സബതത് ബിദാലികൽ അഖ്ബാറു عن النبي صلى الله عليه وسلم واجمع عليه المسلمون. ഈ വിഷയത്തിൽ തർക്കമില്ലാത്ത സംഗതിയാണ്. തർക്കമില്ലാത്തതെന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നക്ക് തർക്കമില്ല. ഖവാരിജുകൾ പരലോകത്ത് ഒരു ശുപാർശയില്ല എന്ന് നിഷേധിക്കുന്ന ആളുകളാണ്. കാരണം അവിടെ പിന്നെ ആർക്കും ശുപാർശ പറയേണ്ട കാര്യമല്ല, അവിടെ അതൊന്നും നടക്കൂല ഒരു നിലക്കും. ഖുർആൻ അങ്ങനെ ഈ ആയത്തുകൾക്ക് മാത്രം, മറ്റു ആയത്തുകൾക്കൊക്കെ അവർ അതിന് വേണ്ട മറ്റു രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളും നൽകുകയാണ്. അഹ്ലുസുന്ന ഇത് രണ്ടിൻ്റെയും ഇടക്കാണ്. വേറെ ചില ആളുകൾ ശുപാർശയുടെ പേരും പറഞ്ഞിട്ട് എന്തും അവിടെ നടക്കും, ദുന്യാവിലത്തെ അതേപോലെ എല്ലാം അവിടെ നടക്കും, അതൊക്കെ നിങ്ങൾ കൊണ്ട് വന്നാൽ മതി, ഞാൻ ഉണ്ടാവും അവിടെ എന്നുള്ള മട്ടിൽ പറഞ്ഞു നടക്കുന്ന വേറൊരു കൂട്ടം ആളുകളുണ്ട്, സൂഫിയാക്കൾ. അപ്പൊ പറ്റ നിഷേധിക്കുന്ന ഖവാരിജ് മുഅ്തസിലത്തിൻ്റെയും അതിൽ അതിര് കവിഞ്ഞ സൂഫിയാക്കളുടെയും ഷിയാക്കളുടെയും ഒക്കെ ഇടയിലാണ് എപ്പോഴും സത്യം. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവുക. ഏതൊരു വിഷയത്തിലും ഇഫ്റാത്തും തഫ്രീത്തും ഉണ്ട്. ഒന്ന് അതിര് കവിയ, മറ്റൊന്ന് പറ്റല്ലാതാക്കുക. മലയാളത്തിൽ പറയുമ്പോൾ ജീർണതയുടെയും തീവ്രതയുടെയും മധ്യയാണ് ഇസ്ലാം. ഒന്ന് പറ്റ ജീർണിച്ചു പോയ ഒരു വിഭാഗം ആളുകൾ, മറ്റൊരു കുറച്ച് തീവ്രമായിട്ടും പോയി. രണ്ടിൻ്റെ ഇടക്കാണ് എപ്പോഴും എന്ത് സത്യം ഉണ്ടാവുക. അപ്പൊ പരലോക കോടതിയിൽ ശുപാർശ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചല്ലോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് ശുപാർശ ചെയ്യും. നമ്മൾ അതിനു വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. മുത്തുനബിയുടെ ശുപാർശയിൽ എനിക്ക് തൗഫീക്ക് കിട്ടണേന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്നുണ്ട്. അത് എപ്പോഴാണെന്നറിയോ? അത് നമ്മൾ ആ വാചകം പറഞ്ഞിട്ടല്ല. ബാങ്ക് വിളി കേൾക്കുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? നമ്മളൊക്കെ പലപ്പോഴും അശ്രദ്ധമാകുന്ന ഒരു സംഗതിയാണ്. ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടാകും, നമ്മൾ മറ്റു വർത്തമാനങ്ങളിലേക്ക് പോകും. അനിവാര്യ സാഹചര്യങ്ങളിലാണെങ്കിൽ അല്ലാതെ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. വളരെ അനിവാര്യമായ ചില കാര്യങ്ങളാണ്, ഒഴിച്ചുകൂടാത്തൊരു സംഗതിക്കാണ്, എങ്കിലല്ലാതെ പാടില്ല. അപ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അത് കേൾക്കുന്ന അതേപോലെ തന്നെ പറഞ്ഞ്, പിന്നെ അതിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയാം. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ബാങ്ക് വിളിച്ച് അവസാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലണം. അതിൻ്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു സ്വലാത്തോ അല്ലെങ്കിൽ നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്നത് പോലെയുള്ള പൂർണ്ണമായ ഇബ്രാഹിമിയ സ്വലാത്തോ നമ്മൾ ചൊല്ലുക. അതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല വബ്അസ്ഹു മഖാമൻ മഹ്മൂദനിൽ ലദീ വഅത്ത എന്ന് ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി, എൻ്റെ റക്കമൻ്റെ നാളെ പരലോകത്ത് അവന് കരസ്ഥമാകുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചത് കേൾക്കുകയും ശേഷം നമ്മൾ സലാത്ത് ചൊല്ലുകയും ശേഷം ഈ പ്രാർത്ഥന പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ആഗ്രഹം എന്താണ്? പരലോക കോടതിയിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ശുപാർശ പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകണം, എനിക്കും ആ ശുപാർശ കിട്ടണം. അതൊരു പ്രത്യേക ശുപാർശയാണ്. അതേ അവസരത്തിൽ ശഫാഅത്തുൽ ഉലമാ എന്നറിയപ്പെടുന്ന ഒരു പൊതുവായ ശുപാർശയുണ്ട്. ആ ശുപാർശയുടെ ആനുകൂല്യം എല്ലാവർക്കും കിട്ടും. അവിടെ എല്ലാവർക്കും കിട്ടും ആനുകൂല്യം. അതേതാണ്? അത് വമ്പിച്ച വലിയ ശുപാർശ എന്ന് പറയുന്നതാണ്. അതായത് ജനകോടികൾ മുഴുവനും മഹ്ശറിൽ അങ്ങനെ നിൽക്കുകയാണ്. കൊല്ലങ്ങളോളമുള്ള നൃത്തം. ആ നൃത്തത്തിൽ വിചാരണക്ക് വേണ്ടി എന്തായിരുന്നാലും വേണ്ടില്ല, അവിടെ നിന്നാണ് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ള നിലക്ക് ജനങ്ങൾ എന്ത് ചെയ്യാണ്? അവിടെ അന്നുള്ള മഹാന്മാരായ ആളുകളോടൊക്കെ പോയി പറയാണ്, നിങ്ങളൊന്ന് അള്ളാഹിനോട് പറയൂ. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട് നമ്മൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്ന് പറയാലോ, അത് വിരോധമുള്ള കാര്യമല്ലല്ലോ. മരണപ്പെട്ടു പോയ ആളുകളോട് നമ്മൾ വിളിച്ച് നിങ്ങൾ എൻ്റെ കാര്യം അള്ളാഹിനോട് ശുപാർശ ചെയ്യണേ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സഹായിച്ചു തരണേ, നിങ്ങൾ നേരിട്ടായാലും കുഴപ്പമില്ലാതെ അള്ളാഹിൻ്റെ അടുത്ത് മേടിച്ചെന്നാലും വേണ്ടില്ല, അള്ളാഹ് നിങ്ങൾക്ക് മുമ്പേ തന്ന കഴിവൊന്നും എടുത്തു തരികയാണെങ്കിലും വേണ്ടില്ല, എന്തായാലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറയണ ആ ദുന്യാവിൽ വിചാരിച്ച ആ ശുപാർശയാണല്ലോ നടക്കാത്തത്.
പരലോകത്ത് ഇവിടെ ഇപ്പോൾ ദുനിയാവിൽ നമ്മൾ നല്ലവരായ ആളുകൾ പരസ്പരം ദുആയിൽ എന്നെയും ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ഉംറയ്ക്ക് വേണ്ടി യാത്ര പോകുന്ന ഒരു സഹാബിയോട് പറഞ്ഞു, ഉദ്കുർനാ ഫീ ദുആഇക ലാ തൻസ ഫീ ദുആഇക, അതിൻ്റെ ദുആയിൽ മറക്കരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ. അതേപോലെ തന്നെ നമ്മളിവിടെ ദുനിയാവിൽ പിന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ശുപാർശയാണ് ഒരു മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം. മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുമ്പോൾ നമ്മൾ ആ മയ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? ശുപാർശ ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു, അയാൾക്ക് വേണ്ടി 40 ആളുകൾ ശുപാർശ ചെയ്യുന്നുവെങ്കിൽ എന്നാണ്. 40 ആളുകൾ ശുപാർശ ചെയ്യുന്നുവെങ്കിൽ ആ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കൂല. പക്ഷെ അവിടെ ഒരു ക്വാളിറ്റി പറഞ്ഞു, ആ 40 ആൾക്ക് എന്താണ്? വഹീദീങ്ങളായിരിക്കണം. ശിർക്ക് ചെയ്യാത്ത ആൾക്കാർ 40 ആൾ നിസ്കരിച്ചാൽ ആ ശുപാർശ സ്വീകരിക്കപ്പെടും. അപ്പോൾ ദുനിയാവിലൊരു ശുപാർശയാണ്. എന്താ? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം നമ്മൾ, അതിന് ശുപാർശ എന്നാണ് പറഞ്ഞത്. അപ്പം പരലോക കോടതിയിൽ ജനങ്ങളിങ്ങനെ നബിയോട്, നോഹ് നബിയോട്, ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറയും, ഈ നൃത്തം കാണുമ്പോൾ എത്ര കാലമായി ഈ നൃത്തം നിൽക്കുന്നു, ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടൊന്ന് വിചാരണക്കെടുത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ ഓരോ നബിമാരും അവരുടേതായ കുറേ ന്യൂനതകൾ അവരെടുത്ത് പറയും. നമ്മളെക്കൊണ്ട് പറയാൻ പറ്റൂല, നിങ്ങൾ അടുത്ത നബിയിലേക്ക് പോയിക്കോളൂ. അങ്ങനെ ആദം നബിയിൽ നിന്ന് നോഹ് നബി അലൈഹിസ്സലാമിലേക്ക്, നോഹ് നബിയിൽ നിന്ന് ഇബ്രാഹിം നബിയിലേക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് മൂസ അലൈഹിസ്സലാമിലേക്ക്, മൂസ അലൈഹിസ്സലാമിൽ നിന്ന് ഈസാ അലൈഹിസ്സലാമിലേക്ക്, അവസാനം ആരിലേക്കെത്തും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കെത്തും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മറ്റ് നബിമാരൊക്കെ പറഞ്ഞതുപോലെയല്ല, അള്ളാഹുവിൻ്റെ റസൂല് പറയും, ഞാൻ പരിശ്രമിക്കാം, എന്നാൽ ഞാൻ നേരിട്ട് പോയിട്ട് അള്ളാഹിനോട് പറയട്ടെ എന്നല്ല. അള്ളാഹു നിശ്ചയിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായി മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കും ദീർഘകാലം. എത്ര കാലമാണ് ആ സുജൂദിൽ കിടക്കുക എന്നുള്ളത് അള്ളാഹു അഅലം. അള്ളാഹു ആ സുജൂദിൽ എന്താണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ചോദിക്കേണ്ടത് അതുവരെ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ചോദിക്കുക. അങ്ങനെ ദീർഘകാലം ചോദിച്ച് അതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക, തല ഉയർത്തിക്കോ, സൽ ചോദിച്ചോളൂ, തുഴത്ത നൽകപ്പെടുന്നതാണ്, ഇശ്ഫഅ റെക്കമെൻഡ് പറഞ്ഞോളൂ, തുശഫഅ താങ്കളുടെ റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പടച്ചോനെ ഇവരൊന്ന് വിചാരണക്കെടുക്കുക. എത്ര കാലമായി ഈ നൃത്തം, ഒന്ന് വിചാരണക്കെടുക്കൂ. അതിന് ശേഷമാണ് അള്ളാഹു വിചാരണക്ക് വേണ്ടി വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, വിചാരണക്ക് വേണ്ടി വരുന്നത്. അപ്പം ഇവിടെ ആർക്കും ഒരു രൂപത്തിലുള്ള സംസാരിക്കാനും അവസരമില്ലാത്തൊരു ഘട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരവസരം കൊടുക്കും. അള്ളാഹ്ക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ എന്തിനാ അത്? അത് പരലോക നാളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകുന്ന ഒരു കറാമത്താണ്, ഒരു ആദരവാണ്. ഒരു സദസ്സിൽ ആർക്കും മിണ്ടാൻ പാടില്ല. ഇയാൾ വേണമെങ്കിൽ 2 മിനിറ്റ് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുന്യാവിലെ ഒരു സദസ്സിൽ തന്നെ എന്താ അതിൻ്റെ അർത്ഥം? അയാൾക്കൊരു അതിരി ഇക്റാമാക്കലാണ്. പരലോകത്ത് മഹ്ശറിൽ ആർക്കും അനുവാദമല്ല. അതാണ് ശഫാഅത്തുൽ ഉളമ. അത് വേറെ ആരും സംസാരിക്കൂല, ആ വിഷയത്തിൽ ഒരാളും ഇടപെടൂല. അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന വലിയ ശുപാർശ. അതിൻ്റെ ശേഷമാണ് പിന്നീട് ഞാൻ നേരത്തെ പോയി പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അമ്പിയാക്കൾക്ക് പിന്നെ ശുപാർശയുണ്ട്. ശുഹദാക്കൾ ശുപാർശ ചെയ്യും, അതുപോലെ തന്നെ മലക്കുകൾ ശുപാർശ ചെയ്യും. ഖുർആനിൽ തന്നെ വന്നതാണ്. അതേപോലെ തന്നെ സാലിഹീങ്ങള്, സഹാബിമാര്, ശുഹദാ, സിദ്ദീഖീങ്ങള്, അതുപോലെ തന്നെ അവസാനം പറഞ്ഞു വൽ അഫ്റാത്ത്. അഫ്റാത്ത് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? കുട്ടികൾ മരിച്ചു, പിന്നെ ചെറിയ കുട്ടികൾ മരിച്ചുപോയ ചെറിയ കുട്ടികൾ, അതാ അഫ്റാത്ത്. ഇപ്പം നമ്മളൊരു പ്രത്യേക മറക്കാനാവാത്ത ഞെട്ടലോടുകൂടെയുള്ളൊരു വാർത്ത കേട്ട് തരിച്ചിരിക്കുന്നവരാണ് UAE-യിലുള്ള ആളുകൾ മുഴുവനും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പിതാവിന് നഷ്ടപ്പെട്ടത് 4 ആൺമക്കളാണ്. 4 ആൺമക്കൾ. അള്ളാഹു ആ സഹോദരനും സഹോദരിക്കൊക്കെ വലിയ ക്ഷമ നൽകട്ടെ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. പക്ഷേ അവർക്ക് ആശ്വാസമാകുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ. നിങ്ങൾ നോക്കൂ, ഈ നബിമാരുടെ ശുപാർശയും ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നബിമാർ ശുപാർശയും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തത്വമുണ്ട്. ദുന്യാവിലെ ശുപാർശയും പരലോക ശുപാർശയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ദുന്യാവിൽ ഞാൻ ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമ്പോൾ ഞാൻ അയാളോട് ആദ്യം ചോദിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഒരാൾക്ക് വേണ്ടി ശുപാർശ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് പറയല്.
അതൊന്നുമില്ല. ആൾ അനുവാദം കൊടുത്തിട്ടാണോ പോകൽ? അതൊന്നുമല്ല. ആ കയറി ചെന്ന് എനിക്ക് എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ടാണ് പറയലാണ്. പരലോകത്തത് നടക്കൂല. അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? ശുപാർശ പറയാൻ പോലും അനുവദിക്കുകയുള്ളൂ. അത് ദുന്യാവിൽ അങ്ങനെയല്ല. 2, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അല്ലാതെ ശുപാർശ ചെയ്തിട്ട് കാര്യമല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി അല്ലാതെ ശുപാർശകന്മാർ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുകയുമില്ല. അതാണ് മലക്കുകളെ കുറിച്ച് പറഞ്ഞിടത്ത് ഞാൻ നേരത്തെ കേൾപ്പിച്ച സൂറത്തുൽ അംബിയയിലെ വചനവും സൂറത്തുൽ നജ്മിലെ ആയത്തിലുമൊക്കെ ആ വിഷയം പറയുന്നുണ്ട്. ഞാൻ നജ്മിലെ ആയത്ത് ഒന്നും കൂടി കേൾപ്പിക്കാം. വകം മിൻ മലകിൻ ഫിസ് സമാവാതി, ആകാശങ്ങളിൽ എത്രയെത്ര മലക്കുകളാണ്. ലാ തുഗ്നി ശഫാഅതുഹും, അവരുടെ റെക്കമെൻഡ് ഉപകരിക്കൂല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹ്, അല്ലാഹ് പെർമിഷൻ കൊടുത്തതിന്റെ ശേഷമല്ലാതെ. അത് തന്നെ ആർക്ക്? ലിമൻ യശാഉ വയർദാ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലാഹ് തൃപ്തിപ്പെട്ടവർക്ക്, അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലാഹ് തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ ശുപാർശ ചെയ്യുന്ന നബിമാരാവട്ടെ മലക്കുകളാവട്ടെ ആരാവട്ടെ എന്ത് ചെയ്യുള്ളൂ? ശുപാർശ ചെയ്യുകയുള്ളൂ. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അല്ലാഹ് തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുന്നതല്ല. സൂറത്തുൽ അംബിയ ഔ മലക്കുകൾ. അപ്പോ പിന്നെ സൂറത്തു ത്വാഹയിലും കാണാൻ സാധിക്കും, ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വറദിയ ലഹു ഖൗലാ, അല്ലാഹ് അനുവദിച്ചവർക്ക് വേണ്ടി മാത്രം. വാക്കാൽ അല്ലാഹു, വാക്ക് അവന്റെ വാക്ക് അല്ലാഹ് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള മുവഹ്ഹിദീങ്ങൾക്ക് വേണ്ടി മാത്രമേ പരലോക കോടതിയിൽ എന്ത് ചെയ്യുകയുള്ളൂ? ശുപാർശ ചെയ്യുന്നവർ പോലും എന്ത് ചെയ്യുള്ളൂ? ശുപാർശ ചെയ്യുള്ളൂ. അതിന് അനുവാദം, നീ ശുപാർശ പറഞ്ഞോളൂ എന്ന് അല്ലാഹ് അനുവാദം കൊടുക്കുകയും വേണം. അപ്പോൾ പിന്നെ ദുന്യാവിലെ ശുപാർശയും പരലോക ശുപാർശയും തമ്മിൽ എന്തിലേ വ്യത്യാസമുള്ളൂ? എന്തേതുള്ളൂ? പേരിൽ മാത്രമേ സാമ്യതയുള്ളൂ. പരലോകത്തൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് പരലോകത്ത് ശുപാർശ കിട്ടണമെങ്കിൽ അപ്പം നമ്മളെന്ത് വേണം? നമുക്ക് നബിമാരെ ശുപാർശ കിട്ടണം, ശുഹദാക്കളുടെ ശുപാർശ കിട്ടണം, സാലിഹീങ്ങളുടെ ശുപാർശ കിട്ടണം, മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശുപാർശ കിട്ടണം. അതിന് നമ്മളെന്താ വേണ്ടത്? ദുന്യാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കഴിഞ്ഞുപോയ നബിമാരെയൊക്കെ വിളിച്ചിട്ട്, യാ അമ്പിയാക്കളെ, നിങ്ങളൊക്കെ മഹ്ശറിൽ ശുപാർശ ചെയ്യുമ്പോൾ എന്നെ മറക്കരുതേ എന്ന് പറയുകയാണോ? ശുഹദാക്കളെ, നിങ്ങൾ പരലോകത്ത് ശുപാർശക്ക് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ എന്നെ മറക്കരുതേ എന്ന് അവരെ വിളിച്ച് ഇവിടുന്ന് തേടുകയാണോ വേണ്ടത്? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, അള്ളാഹുവിൻ്റെ റസൂലേ, നാളെ മഹ്ശറിൽ നിങ്ങൾ ശുപാർശ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി അവിടെ ശുപാർശ ചെയ്യണേ എന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? അല്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടൂല. ശരിക്കും മനസ്സിലാക്കി വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിലും അല്ലാത്ത കാലങ്ങളിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ മൗലിദ് പാരായണം നടത്താറുണ്ട് നമ്മുടെ നാട്ടിലുള്ള പല സഹോദരങ്ങളും. മങ്കൂസ് മൗലിദ്, ഷറഫല്ലന മൗലിദ് പോലെയുള്ള മൗലിദുകൾ അവരങ്ങനെ നിർത്തി വെച്ചിട്ട് അത് പാരായണം ചെയ്യും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മദ്ഹാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അതിൽ നബിയോട് തേടുകയാണ്. അതിൽ ഒരു വരി നമുക്കിങ്ങനെ കാണാം, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വാഹ്ലനാ ഇൻ ضاعയാ സയ്യിദി ഖൈറൻ നബി. ഇത് മങ്കൂസ് മൗലിദിലെ ഒരു വരിയാണ്. കുറേ വരി ഉണ്ടായില്ലേ? എന്താ ഇതിൽ പറയണത്? അശ്ശഫാഅത ഹബ്ലനാ, നബിയെ, നാളെ മഹ്ശറിൽ നിങ്ങൾ നടത്തുന്ന ശുപാർശ ഞങ്ങൾക്ക് താങ്കൾ തരണേ. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ, പേടിച്ച് ഞങ്ങൾ വല്ലാതെ ബേജാറിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണേ നബിയേ ഇന്ന് നബിയെ ഇവിടുന്ന് വിളിച്ച് തേടുകയാണ്. വാഹ്ലനാ, ഞങ്ങൾക്ക് എന്തൊരു സങ്കടമായിരിക്കും, ഇൻ ളാഅ, അതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ, യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമനായ എൻ്റെ നേതാവേ. ഇത് നബിയോട് വിളിച്ച് തേടുന്ന വരികളിൽ ഒരു വരിയാണ് മങ്കൂസ് മൗലിദിൽ. മങ്കൂസ് മൗലിദ് എന്ന് കേട്ടിട്ടില്ലേ? ആ മങ്കൂസ് മൗലിദിലുള്ള ഒരു വരിയാണത്. എന്താ സഹോദരങ്ങളെ അവിടെ പ്രശ്നം എന്താ? ഇതേ കാര്യം അള്ളാഹിനോട് ചോദിക്കണം എന്നാ ഞാൻ പറയണത്, നമ്മൾ പറയണത്.
നമുക്കിങ്ങനെ ചോദിക്കാം, അല്ലാഹുവേ നാളെ മഹ്ശറിൽ നിന്റെ മുത്തുനബി റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആ റെക്കമെൻഡിന് യോഗ്യനാകുന്നവരുടെ ലിസ്റ്റിൽ എന്നെയും നീ ഉൾപ്പെടുത്തണേ. ഇതാരോട് പ്രാർത്ഥിക്കാം? അള്ളാഹുവിനോട്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അത് ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു അവൻ്റെ റസൂലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് പാടില്ലാത്ത കാര്യമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്. ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ അസ്അദുന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമത്തി യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അങ്ങയുടെ റെക്കമെൻഡ് കൊണ്ട് സൗഭാഗ്യം കിട്ടുന്ന മനുഷ്യൻ ആരാണ്? അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞു അതിനുണ്ടാവേണ്ട ക്വാളിറ്റി എന്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത നിലക്ക് മരണപ്പെട്ടവനാരോ അവർക്കായിരിക്കും നാളെ പരലോകത്ത് എൻ്റെ ശുപാർശ കരസ്ഥമാവുക. ഇപ്പൊ പരലോകത്ത് മുത്തു മുസ്തഫയടക്കമുള്ള ആര് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി, നമ്മൾ മുവഹിദായി കൊണ്ട് മരിച്ചു പോകണം, ശിർക്കിയാതെ മരിച്ചു പോകണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റേ ആയത്തിന്റെ പ്രാധാന്യങ്ങൾ. ശരിക്ക് സാവകാശം നമ്മൾ മനസ്സിലാക്കണം. വേറൊരു ആയത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്ത്? ഒരു ശുപാർശകരുടെ ശുപാർശയും അവർക്ക് പ്രയോജനപ്പെടൂല. അതാരെ കുറിച്ചാണ് പറയണത്? അത് കാഫിറുകളെ കുറിച്ച്. അത് കാഫിറുകളെ കുറിച്ചാണ്. അവർക്ക് പ്രയോജനപ്പെടൂല. കാഫിറും മുശ്രിക്കൊക്കെ ആയിട്ട് മരിച്ചു പോയവർക്ക് ഒരാളുടെ ശുപാർശയും പ്രയോജനപ്പെടൂല. അതേ അവസരത്തിൽ മുവഹിദുകളായി വിശ്വാസികളായി മരിച്ചുപോയി, എന്നാൽ അവർക്ക് അവരുടേതായ പല കാര്യങ്ങളിൽ അവരുടെ പാപമോചനത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് കാലം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് അവരുടേതായ അതിൽ നിന്നവർക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുന്ന കാലപരിധിക്ക് ശേഷം അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന കാര്യം, അതുപോലെ തന്നെ സ്വർഗത്തിൽ തന്നെ അവരുടെ പദവികൾ ഉയർത്തിക്കൊടുക്കുന്ന കാര്യം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുവാദം ലഭിച്ചിട്ടുള്ള ആളുകൾ അവിടെ എന്തു ചെയ്യും? ശുപാർശ ചെയ്യും. അപ്പം ഇതിന്ന് ആകത്തുക എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ശുപാർശ പരലോകത്തുണ്ട് എന്നുള്ളത് സത്യമാണ്, അത് നിഷേധിക്കാവതല്ല. അത് ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ ശുപാർശ ലഭിക്കുവാൻ നമ്മൾ ഒരിക്കലും ഇവിടെ വെച്ച് ആരിൽ നിന്നാണോ ശുപാർശ പ്രതീക്ഷിക്കുന്നത് അവരോട് വിളിച്ച് തേടരുത്. മറിച്ച് ആ ആഗ്രഹിക്കുന്ന ശുപാർശകൾ നമുക്ക് ലഭ്യമാകുവാൻ ആരോട് തേടണം? അല്ലാഹുവിനോട് തേടണം. അതിനുള്ള ഒരു മാർഗം കൂടിയാണ് ബാങ്ക് വിളി കേട്ടാൽ അതിന് ഇജാബത്ത് നൽകലും ശേഷം സലാത്ത് ചൊല്ലലും ശേഷം ദുആ പറയലും. അതാണ് ഒരു വിഷയം. പിന്നെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ ശുപാർശക്ക് റബ്ബ് പ്രത്യേകം അനുമതി കൊടുക്കുന്നവർക്കേ ശുപാർശ ചെയ്യാൻ അധികാരമുള്ളൂ. അത് തന്നെ അള്ളാഹു അനുവാദം തൃപ്തിപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമേ അവർക്ക് സംസാരിക്കുവാനും അനുവാദമുള്ളൂ. ദുന്യാവിൽ നടക്കുന്ന ശുപാർശയും പരലോക ശുപാർശയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. ഇനി ഇപ്പം നബിമാരുണ്ട്, അങ്ങനെ പല ആളുകളുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. കൂട്ടത്തിൽ സാന്ദർഭികമായിട്ട് ആ വിഷയം കുറെ ദീർഘമായതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. സാന്ദർഭികമായി നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഷഫാഅത്തുൽ വിൽദാൻ, കുട്ടികൾ. അങ്ങനെ കുട്ടികൾ മരണപ്പെട്ടിട്ടുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ഹദീസുകളുണ്ട്. പണ്ഡിതന്മാരതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. മിനശ്ശഫാഅത്തി സാബിത, സ്ഥിരപ്പെട്ട ശുപാർശകളിൽപ്പെട്ടതാണ് മാ ജാഅ ഫീ ശഫാഅത്തിൽ വിൽദാൻ ഫീ ആബാഇഹിം. ആ കുട്ടികൾ അവരുടെ ഉപ്പമാർക്ക് വേണ്ടി ഉമ്മമാർക്ക് വേണ്ടി ശുപാർശ പറയും. ഇദാ ഇഹ്തസബൂഹും ഇൻദല്ലാഹി തആല ബിനിയ്യത്തിൻ സാദിഖത്തിൻ. കണ്ടോ അവിടെ കണ്ടീഷൻ എന്താ അറിയോ? ആ മരണത്തോടനുബന്ധിച്ച് ആ മാതാപിതാക്കൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ട് അവർ നല്ല ക്ഷമ പാലിച്ചുകൊണ്ട് ജീവിച്ചു മരിച്ചുപോയവരാണെങ്കിൽ, അതാ കണ്ടീഷൻ. റഹ്മത്തൻ മിനല്ലാഹി തആല,
അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു കാരുണ്യമെന്ന നിലക്ക് വകറമം മിൻഹു അവനിലുള്ള ആദരവും ലിയുജ്ബിറ ഖുലൂബൽ ആബാഇ വൽ ഉമ്മഹാതി ബിമാ ലഹിഖഹും മിൻ ഫഖ്ദി ഔലാദിഹിം അവരുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലേ മരിച്ചുപോയല്ലോ, ആ സങ്കടക്കടലിൽ കഴിയുന്ന അവരുടെ ഹൃദയങ്ങൾക്കൊരു വലിയ ആശ്വാസമെന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട വലിയ ഗിഫ്റ്റുകളാണിത്. നോക്കൂ നിങ്ങൾ ഹദീസുകൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിനിസ്വത്തിൻ മിനൽ അൻസാരി അൻസാരികളായ ചില സഹാബ വനിതകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ലാ യമൂതു ലിഹദാകുന്ന സലാസത്തും മിനൽ വലദി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് 3 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫതഹ്തസിബുഹു എന്നിട്ട് ആ മരണത്തോടനുബന്ധിച്ചുകൊണ്ട് അവർ റബ്ബിന് വെറുപ്പുള്ളതൊന്നും പറയാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ക്ഷമിച്ചാലുള്ള പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ട് അവർ ക്ഷമ പാലിച്ചുവെങ്കിൽ ഇല്ലാ ദഖലത്തിൽ ജന്ന ആ സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കൂല. അപ്പോൾ ഒരു സഹോദരി എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, അവസ്നൈനി യാ റസൂലല്ലാ 2 കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിലോ അവർക്ക് സ്വർഗം നഷ്ടാവോ? അപ്പോൾ ആ സഹോദരിക്ക് 2 കുട്ടികൾ മരിച്ചിട്ടുണ്ടാവും. അതാണ് ആ ചോദ്യം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അവസ്നൈൻ. ഇനിയും നോക്കൂ നിങ്ങൾ, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മാ മിനൻ നാസി മുസ്ലിമുൻ ഏതൊരു മുസ്ലിമായ മനുഷ്യനുണ്ടോ ഇതവഫാ ലഹു സലാസുൻ ലം യബ്ലുഗുൽ ഹിൻസ പ്രായപൂർത്തിയെത്തുന്നതിൻ്റെ മുമ്പ് 3 മക്കൾ അയാളിൽ നിന്ന് പിരിഞ്ഞുപോയി എങ്കിൽ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന ബിഫദ്ലി റഹ്മതിഹി ഇയ്യാഹും അവരോടുള്ള റബ്ബിൻ്റെ അപാരമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം റബ്ബ് അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം നൽകാതിരിക്കില്ല. ഹദീസ് 2, 3 ഇനി കേട്ടോളൂ. ഒരിക്കൽ ഒരു സ്വഹാബാ വനിത വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, എന്താ ഈ രംഗമൊക്കെ? വല്ലാത്ത രംഗമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅത് ഇംറാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിബ്നിൻ ലഹാ തങ്ങളുടെ സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഒരു സഹാബാ വനിത തൻ്റെ ഒരു കുട്ടിയെയും കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എൻ്റെ കുട്ടിക്ക് സുഖമില്ല, എനിക്ക് പേടി തോന്നുകയാണ്, എൻ്റെ ഈ കുട്ടിക്കും സുഖമില്ല നബിയേ. ഇന്നി അഖാഫു അലൈഹി എനിക്ക് അവൻ്റെ കാര്യത്തിൽ വല്ലാത്ത പേടിയുണ്ട്. എന്തേ കാരണമെന്നോ അത് ശ്രദ്ധിക്കണം. ഖദ് ദഫൻതു സലാസതൻ 3 എണ്ണത്തെ ഖബറടക്കിയിട്ടുണ്ട് ഞാൻ. എൻ്റെ 3 കുട്ടികളെ മുമ്പും ഖബറടക്കിയിട്ടുണ്ട്. ഇത് 4മത്തോനാ. ഇവനും ഇപ്പം സുഖല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, ലഖദ് ഇഹ്തളർതി ബിഹിളാരിൻ ശദീദിൻ മിനൻ നാർ. ഓ സഹോദരി, നരകത്തിയിൽ നിന്ന് വല്ലാത്ത ഭദ്രമായ ഒരു മതിലാണല്ലോ നിങ്ങൾ കെട്ടിയിട്ടുള്ളത്. ഈ കുട്ടികളൊക്കെ നിങ്ങൾ നരകത്തിയിൽ നിങ്ങൾ കടക്കാതിരിക്കാനുള്ള ഭദ്രമായ കെട്ടാണ്, വേലിക്കെട്ടാണ്. നരകത്തിൽ പോകേണ്ടി വരില്ല. കുട്ടികൾ നിങ്ങളുടെ കാവൽക്കാരായിരിക്കും. വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനിയും നോക്കൂ, അബൂ ഹസ്സാൻ എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തിത്വം പറയാണ്, ഞാനൊരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇന്നഹു ഖദ് മാതലി ഇബ്നാനി എനിക്ക് 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഫമാ അൻത മുഹദ്ദിസിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദീസിൻ തതീബു ബിഹി അൻഫുസുനാ അൻ മൗതാനാ. ആ മക്കളുടെ കാര്യത്തിലുള്ള വേദന എനിക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല. എൻ്റെ മനസ്സിന് അല്പമെങ്കിലും ഒരാശ്വാസം തോന്നിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് അങ്ങ് വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് കേട്ട ഹദീസാണ് പറഞ്ഞു കൊടുക്കുകയാണ്. നഅം, കേട്ടിട്ടുണ്ട്, നിങ്ങൾ സന്തോഷിച്ചോളി, നിങ്ങൾ വിഷമിക്കണ്ട. സിഗാറുഹും, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കെന്താണ്? സിഗാറുഹും ദആമീസുൽ ജന്ന. ആ കുട്ടികൾ സ്വർഗത്തിലെ ചെറിയ ചെറിയ രൂപത്തിലുള്ള പ്രത്യേകമായ നല്ല ചന്തമുള്ള മനോഹരമായ ഒരു തരം സ്വർഗീയമായ ഒരു തരം എന്താണ്, കുഞ്ഞു കുരുവികളോ കിളികളോ എന്താണ് ആ രൂപത്തിലുള്ള ഒരു ഭംഗിയാർന്ന രൂപത്തിലുള്ള കുട്ടികൾ സ്വർഗത്തിൽ അവർ ചെറിയ മക്കളായിട്ട് അവരുണ്ടാവും. യതലഖാഹുഹും അബാഹു, അവൻ്റെ മാതാപിതാക്കളെ അവൻ കണ്ടുമുട്ടുമ്പോൾ ഫയഖുദു ബിസൗബിഹി. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ വന്ന മനുഷ്യന്റെ മുണ്ടിനിങ്ങോട്ട് പിടിച്ചു വലിച്ചിട്ട് പറയുന്നു, ഇതാ ഇതുപോലെ
മാതാപിതാക്കളെ വലിച്ചുകൊണ്ട് ഈ പൊന്നുമക്കള് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഫലാ യതനാഹാ ഹത്താ യുദ്ഖിലഹുല്ലാഹു അവ അബാഹുൽ ജന്ന. മാതാപിതാക്കളെയും കൊണ്ടേ സ്വർഗത്തിലേക്കാണ് പോവുള്ളൂ. അവിടേക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മുഅ്മിനീങ്ങളായിരിക്കണം, ക്ഷമ പാലിച്ചവരായിരിക്കണം. അവരെ ഈ മക്കൾ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക്. ഇവരില്ലാത്ത സ്വർഗം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് മക്കൾ കൊണ്ടുപോകും ആ മാതാപിതാക്കളെ. ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരു സംഭവം. അത്ഫാലുൽ മുഅ്മിനീന ഫീ ജബലിൻ ഫിൽ ജന്ന യക്ഫുലുഹും ഇബ്രാഹീമു വസാറാ ഹത്താ യറുദ്ദഹും ഇലാ ആബാഇഹിം യൗമൽ ഖിയാമ. സത്യവിശ്വാസികളുടേതായ കുഞ്ഞുങ്ങൾ അവർ സ്വർഗത്തിൽ ഒരു സ്പെഷ്യൽ പർവ്വത നിലയിലാണ്. പ്രത്യേകമായി സ്വർഗത്തിൽ പ്രത്യേകമായ ഇടങ്ങളിൽ അവർ എത്തിക്കഴിയുകയാണ്. യക്ഫുലുഹും ഇബ്രാഹീമു വസാറാ. ഇബ്രാഹിം അലൈഹിസ്സലാമും സാറ ബീവിയുമാണ് അവർക്ക് പ്രത്യേകം സംരക്ഷണം നൽകുന്നത് സ്വർഗത്തിൽ. ഹത്താ യറുദ്ദഹും ഇലാ ആബാഇഹിം യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അവരുടെ മാതാപിതാക്കൾക്ക് ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവരണ്ടാളും അത് ഏൽപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകളുടെ സഹോദരങ്ങളെ. മറ്റൊരു ഹദീസ് നോക്കൂ. ഖുർറത്തുൽ മുസ്നി റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം പറയാണ്, അന്ന റജുലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരു സഹാബി നബി തങ്ങളെ സമീപിച്ചുകൊണ്ട് വമഅഹു ബിനുൻ ലഹു, അദ്ദേഹത്തിന്റെ കൂടെ തന്റെ മോനുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയെ, ഇങ്ങനെ കളിച്ചിരിയോടെ നടക്കുന്ന കുട്ടിയെ കണ്ടപ്പോ, ഇദ്ദേഹം ആ കുട്ടിയെ കൊഞ്ചിക്കുഴയുന്നതും ഓമനിക്കുന്നതും ഒക്കെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, തുഹിബ്ബുഹു, നല്ല ഇഷ്ടാണല്ലേ മോനോട്, നല്ല ഇഷ്ടമാണല്ലേ മോനോട്? അതേ നബിയേ, അള്ളാഹുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അതേ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ അഹബ്ബക്കല്ലാ, അള്ളങ്ങളെ ഇഷ്ടപ്പെടട്ടെ, കമാ ഉഹിബ്ബുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും പോലെ എന്നാ പറഞ്ഞത്. അത് ആ ഇഷ്ടത്തിൻ്റെ ആ പ്രത്യേകത ആ സഹാബിയുടെ വാക്കിൽ നയലിക്കണം. അത്ര എനിക്കിഷ്ടമാണ് എൻ്റെ മോനെ. ഫമാത്ത, ആ കുട്ടി കുറച്ച് നാൾ കഴിഞ്ഞാൽ, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ കുട്ടിനെ കാണാല്ല, കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. സഹാബി എപ്പോൾ വരുമ്പോൾ ഈ കുട്ടി കൂടെ ഉണ്ടാവലുണ്ട്, കാണാനില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅല എന്നോട് പോയി മോനെ എന്ന് ചോദിച്ചു. മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നോക്കൂ. മയസുറക അല്ലാ തഅതിയ ബാബൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജത്തഹു ഇൻദഹു യസ്ആ യഫ്തഹു ലക. ആ മോനെ, നീ സ്വർഗീയമായ കവാടങ്ങളിൽ ഒരു കവാടത്തിന്റെ സമീപത്ത് നിനക്ക് കണ്ടുമുട്ടുന്നതിനേക്കാൾ നിനക്കിനി വേറെ എന്താ സന്തോഷം? നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന, നിന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ആ മോനുണ്ടാകും, അവിടെ കാത്തു നിൽക്കുന്നു. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇതുകൊണ്ടൊക്കെ അല്ലാതെ ഒരു മുഅ്മിൻ എങ്ങനെ ആശ്വസിക്കാനായി നടന്ന സംഭവത്തിൽ? ഇതൊക്കെ അല്ലേ ഒരു മുഅ്മിനിനെ പിടിച്ചു നിർത്തുന്നത്? നാല് മക്കളെ ഖബറടക്കാൻ വേണ്ടി പരിക്കേറ്റിട്ടുള്ള ആ വീൽ ചെയറിൽ വന്ന് നിൽക്കുന്ന ആ സഹോദരൻ്റെ മുഖം ആരുടെ കണ്ണെന്നാ പോവുക? നിരത്തി വെച്ചിട്ടുള്ള 4 ജനാസകൾ തൊട്ടടുത്ത് ദുബായിലെ സൈസ് ഖബറിസ്ഥാനിൽ 4 ഖബറുകൾ അടുത്തടുത്ത്, പ്രായപൂർത്തി എത്തിയിട്ടില്ല 4 ആൺമക്കൾ. നമ്മൾ പാഠം പഠിക്കണം സഹോദരങ്ങളെ. ജീവിതം എങ്ങനെയാണ്? അവർക്ക് അള്ളാഹു അപാരമായ ക്ഷമകൾ നൽകട്ടെ എന്ന് ആയിരങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അവർക്കതിനുള്ള കഴിവുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ ഉമ്മ ആസ്പത്രിയിലാണ്, സുഖം പ്രാപിക്കട്ടെ, അള്ളാഹു അവർക്കൊക്കെ ക്ഷമ നൽകട്ടെ. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ഇത് നോക്കൂ, പരലോകത്ത് നടക്കുന്ന പല ശുപാർശകളിൽ ഒരു ശുപാർശയാണ് ഇതും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സാന്ദർഭികമായിട്ടത് ഓർമ്മപ്പെടുത്തിയത്. പക്ഷെ ഇവിടെയൊക്കെ എന്താ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠം എന്താണ്? ആരുടെ ശുപാർശയും നാളെ പരലോകത്ത് ഉപകരിക്കണമെങ്കിൽ ആർക്ക് വേണ്ടി ആരൊക്കെ ശുപാർശ ചെയ്യുന്നുവോ അവര് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലവരാകണം. ദുന്യാവിൽ നൂഹ് നബി അലൈഹിസ്സലാം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയല്ലേ നൂഹ് നബി? ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ക്ഷണം ഒരു മോൻ സ്വീകരിച്ചില്ലല്ലോ. ഒരു മകൻ സ്വീകരിച്ചോ? കപ്പലിൽ കയറുമ്പോൾ ബാപ്പ പറഞ്ഞു നോക്കി, ബാപ്പയല്ലേ, എന്ത് കാഫറായ മോനാണെങ്കിലും ബാപ്പയല്ലേ, പിതാവിനുണ്ടാവൂലേ ഒരു വികാരം? യാ ബുനയ്യ ഇർക്കമാന, എത്ര സ്നേഹത്തോടെയാണ് ആ വിളി. പൊന്നു മോനെ എന്നാണ് ആ വിളി. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മോനെ, ഇർക്കമാന, ഈ കപ്പലിൽ കയറിക്ക മോനെ, ഇനി മുങ്ങിച്ചാവല്ലേ, ബാപ്പയെ വിളിക്കണത്, കേറു മോനെ.
അപ്പോൾ പോലും അഹങ്കാരത്തിൻ്റെ വർത്താനം പറഞ്ഞ് അവൻ മുങ്ങിച്ചത്തു, അവൻ മുങ്ങി മരിച്ചു. അക്കാന മിനൽ മുഗറഖീൻ, അവൻ മുങ്ങി മരിച്ചു. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു നോക്കി, അവൻ മുങ്ങി മരിക്കുന്ന നേരത്ത് പറഞ്ഞു നോക്കി, റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, എൻ്റെ മോനാണ്, എൻ്റെ കുടുംബം, എൻ്റെ മോനല്ലേ അല്ലാഹ് ജി രക്ഷിക്കും, എൻ്റെ മോനല്ലേ. പടച്ചോനോട് റെക്കമെൻഡ് പറഞ്ഞു നോക്കി. അല്ലാഹ് എന്താ പറഞ്ഞത്? പറ്റൂല. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അത് നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, നിന്റെ മോനല്ല. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ബീജത്തിൽ പറക്കാത്തത് കൊണ്ടാണോ ആ പറഞ്ഞത്? അല്ല. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ആദർശ മോനാവണമെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ആദർശത്തിൽ ഫോളോ ചെയ്ത മോനാവണം. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, നല്ലതല്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തത് മുഴുവൻ. പറ്റൂല. മഹാനായ നൂഹ് അലൈഹിസ്സലാം എന്ന റബ്ബിന് വേണ്ടി 950 കൊല്ലം രാപ്പകലില്ലാതെ പ്രബോധനം നടത്തിയ മഹാനായ ഒരു നബി അള്ളാഹിനോട് സ്വന്തം മകന് വേണ്ടി റെക്കമെൻഡ് പറഞ്ഞു. ദുന്യാവിൽ വെച്ച് പോലും എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. നമുക്കൊരു വിചാരമുണ്ട്, ആയിരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ നമുക്കൊക്കെ വേണ്ടി. പക്ഷേ ആരെന്ത് പ്രാർത്ഥിച്ചിട്ട് എന്താണ്? ആർക്ക് വേണ്ടിയാണോ അവരൊക്കെ പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിയായ ഞാനും നിങ്ങളും അതിനുള്ള ക്വാളിറ്റി ഇല്ലാത്തവരാണെങ്കിൽ എന്താ അതിൻ്റെ പ്രയോജനം? നല്ല പ്രയോജനമുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിന് ക്വാളിറ്റി നേടണം. നിത്യവും 5 നേരം നിസ്കാരത്തിലൂടെ ഇവിടെ എത്ര ആൾക്കാർ റെക്കമെൻഡ് ചോദിക്കുന്നുണ്ട് അള്ളാഹിനോട് എന്നറിയോ? നമ്മളൊക്കെ അത്തഹിയാത്ത് ചൊല്ലണ്, പലപ്പോഴും മനസ്സ് തട്ടാതെ പറയണത്. ഒന്ന് മനസ്സ് തട്ടി ചൊല്ലി നോക്കിയത്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. തഹിയാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിൻ്റെ സാലിഹീങ്ങളായ സർവ അടിമകൾക്കും നീ രക്ഷ കൊടുക്കണേ. അതിൽ ജീവിച്ചിരിക്കുന്നവരും പെട്ടു, മരിച്ചവരും പെട്ടു, എല്ലാവർക്കും വേണ്ടി നമ്മൾ 5 നേരം നിസ്കാരത്തിൽ ഫർദിലും സുന്നത്തിലൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ആദ്യം പറഞ്ഞു അസ്സലാമു അലൈന, പിന്നെ ലോകത്തെ എല്ലാവരും ഇത് പറയുന്നില്ലേ? അതിലെത്ര നല്ല മനുഷ്യന്മാരുണ്ട്, അവരൊക്കെ ഇത് പറയുന്നില്ലേ? അപ്പൊ അതിൽ ഞാൻ പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരാവണം? മിൻ ഇബാദിക അസ്സാലിഹീൻ. അതിലെവിടുള്ളൂ? ഞാൻ ഫാസിഖീങ്ങളിലും തെമ്മാടികളിലും പെട്ടാ പിന്നെ ആ പ്രാർത്ഥിക്കുന്നവർ കോടിക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. എനിക്കതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്നാലോചിച്ച് നോക്കൂ, നമ്മളതിന് ക്വാളിറ്റി നേടണം, നമ്മൾ സാലിഹീങ്ങളാവണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഓരോ മനുഷ്യനും അവൻ എന്താണോ അധ്വാനിച്ചത് അതേ പരലോകത്ത് ഉണ്ടാവുള്ളൂ. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈമാനൊക്കെ ഉള്ള ആളുകൾ മരിച്ചുപോയവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചാൽ പോലും അള്ളാഹ് സ്വീകരിക്കുക. നമ്മളുടെ ദുആയിൽ നമ്മൾ പറയുന്നില്ലേ, റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ, വലി ഇഖ്വാനിനാ, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും. അതിലാണും പെണ്ണൊക്കെ പെട്ടു. എങ്ങനെയുള്ള സഹോദരങ്ങൾ? അല്ലദീന സബഖൂനാ ബിൽ ഈമാനി, വിശ്വാസത്തിൽ ഞങ്ങളെക്കാൾ മുൻകടന്ന് ഇവിടെ ജീവിച്ചു മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. എത്ര മുഅ്മിനീങ്ങൾ ആണും പെണ്ണും ഈ ലോകത്തിനൊന്ന് നമ്മളെ മുമ്പേ മരിച്ചുപോയി. ഞങ്ങൾക്ക് പുറത്തു തരണേ, അവർക്കും പുറത്തു കൊടുക്കണേ. നോക്കൂ നിങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കണില്ലേ? ഇവർ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് മുജാഹിദീങ്ങൾ, സലഫികൾ എന്ന് പറഞ്ഞാൽ അവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ്. എന്തൊക്കെ ദുരാരോപണങ്ങളാ സുഹൃത്തുക്കളെ നമ്മളെക്കുറിച്ച് ഈ സാധാരണ ജനങ്ങളോട് മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് പേടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നടക്കുകയാണ്. ഹേയ്, ആ പള്ളിക്ക് പോകണ്ട, ഓലെ കൂട്ടത്തിൽ പെട്ടുപോയാൽ നമ്മൾ മരിച്ചാൽ പോലും നമുക്ക് വേണ്ടി ഒന്ന് ദയർക്കാൻ പാടില്ല എന്ന് പറയുന്ന കൂട്ടരാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മളെ അമ്മക്കും ഉപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കൂലേ? റബ്ബി ഗ്ഫിർ ലീ വലിവാലിദയ്യ, എൻ്റെ മാതാപിതാ എനിക്ക് പുറത്തു തരണേ അല്ലാ, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും.
വറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ചിരിക്കുമ്പോഴും മരിച്ചാലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്. അങ്ങനെയൊക്കെ പേടിപ്പിച്ചാലേ നമ്മളുടെ സദസ്സിലേക്ക് ഒരാൾ വരാതാവുള്ളൂ. നമ്മുടെ വായിൽ നിന്ന് നമ്മുടേത് കേട്ട ആൾക്കാർ മാറുമെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? എല്ലായിടത്തും ബഹിഷ്കരിക്കും. കേൾക്കാൻ പോകരുത്. നാട്ടിലൊരു പരിപാടി വെച്ചാൽ അങ്ങാടിയിലുള്ള കടയ്ക്ക് നമ്മളെ പരിപാടി എത്ര മണിക്കാണോ തുടങ്ങുന്നത് അതിൻ്റെ മുമ്പ് വിജനമായി കടകളൊക്കെ അടച്ചു പോകാൻ പറയും. ഒരൊറ്റ കുട്ടി പങ്കെടുക്കരുത് എന്ന് മെസ്സേജ് അയക്കും. എന്നാലും ആളുകൾ വരും. ഇപ്പം പണ്ടത്തെ കാലമല്ലല്ലോ, പരിയിലിരുന്നും കേൾക്കാൻ പറ്റുന്ന സംവിധാനമുള്ള കാലമല്ലേ. ഒരാളും അറിയാതെ അവനാൻ്റെ റൂമിലിരുന്നിട്ട് ഇത് കേൾക്കാനുള്ള സംവിധാനമുണ്ട്. തിന്മ ചെയ്യാനും സംവിധാനമുള്ളത് പോലെ തന്നെ നന്മ ചെയ്യാനും സംവിധാനമില്ലേ. അള്ളാഹു തരുന്ന തൗഫീഖാണ്. ഉപയോഗപ്പെടുത്തുന്നവർ ഉപയോഗപ്പെടുത്തും. വഹദൈനാഹുൻ നജ്ദൈൻ, രണ്ട് മാർഗം അവിടെ അള്ളാഹു തആല വെച്ച് തന്നിരിക്കുകയാണ്. നന്നാവേണ്ടവർ നന്നാവാ, ഇൽമ് നേടേണ്ടവന് ഇൽമ് നേടാ, ലുൽമിലേക്ക് പോകണോ ലുൽമാവാ. ഒക്കെ ദുന്യാവിൽ അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, ഇന്ന് നമ്മളാണ് മരിച്ചാൽ നമുക്ക് വേണ്ടി ആര് ദുആ ചെയ്താലും ആ ദുആക്ക് അള്ളാഹു തആല സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ നമ്മൾക്കൊരു തൃപ്തി ഉണ്ടാവണം. അള്ളാഹ് തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ ആര് ശുപാർശ ചെയ്തിട്ടും കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് വേണ്ടി നബിമാര് ശുപാർശ ചെയ്തിട്ട് പോലും കാര്യം ഉണ്ടായില്ല എന്നല്ലേ? പറ്റിയില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നന്നാവലല്ലാത്ത മറ്റൊരു പോം വഴിയും ഇല്ല. നമ്മുടെ വിശ്വാസം നന്നാക്കുക, സൽക്കർമ്മങ്ങൾ നന്നാക്കുക, എല്ലാം അങ്ങനെയാകുമ്പോൾ ദുന്യാവിലും നമുക്ക് അള്ളാഹു സമാധാനം തരും, ക്ഷമ തരും, സഹനം തരും. ഖബറിൽ സമാധാനം ഉണ്ടാകും, മഹ്ശറിൽ സമാധാനം ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ആർക്കൊക്കെ റബ്ബ് അനുവാദം കൊടുക്കുന്നുവോ അവരിലൊക്കെ നമ്മളും ഉൾപ്പെടും. അങ്ങനെ ഉന്നതമായ പദവി രണ്ട് ലോകത്തും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി. സത്യവിശ്വാസികളാവുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾ ഖൈറുൽ ബരിയ, അവരായിരിക്കും ഉത്തമരായ മനുഷ്യന്മാർ. അല്ലെങ്കിൽ ഷറുൽ ബരിയത്തിലേക്കാണ് പോകും, നരകത്തിലേക്ക് തള്ളപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരായത്ത് നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു മെസ്സേജ് ഞാൻ വളരെ പ്രാധാന്യമർഹിക്കുന്ന പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മളെക്കുറിച്ച് പറഞ്ഞു പരത്തുന്നൊരു വിഷയം കൂടിയാണ് ശഫാഅത്തിൻ്റെ വിഷയം. അതൊക്കെ നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ആ വിഷയത്തിലൊക്കെ വേറെയും വിശദമായി പറഞ്ഞിട്ടുള്ള പ്രഭാഷണങ്ങളും ഒക്കെ ഉണ്ട്. സൗകര്യപ്പെടുമ്പോൾ നിങ്ങളൊക്കെ കേൾക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വിവരണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും കൂടുതൽ ഉത്സാഹത്തോടെ മുന്നേറുന്ന സജ്ജനങ്ങളിൽ, റബ്ബ് തൃപ്തിപ്പെടുന്നവരിൽ നമ്മളെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും രോഗികളായി കിടപ്പുണ്ട്. ആസ്പത്രികളിലും വീടുകളിലുമൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബ് ജീവിതത്തിൻ്റെ എല്ലാ പരീക്ഷണങ്ങളിലും ക്ഷമയും സഹനവും നൽകി യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളൊന്നും നൽകാതെ റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد.